ബമ്പറിന്റെ മേലേക്ക് ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ലെവലിലേക്ക് വരെ വെള്ളം ആയിട്ടും വെള്ളം നിന്നിട്ടും നമ്മൾ സിമ്പിളായിട്ട് വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മസ്താങ് ഞാൻ തൊട്ടില്ലടാ. സി വണ്ടി തവണ വേണ്ട വേണ്ട. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, യു എയിൽ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു. ഫുള്ള് വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് നമ്മൾ എവിടേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഫുൾ ടൈം റൂമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻഡർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കച്ചറായിട്ട് കിടക്കായിരുന്നു. വാഷ് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി. വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിരുന്നില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. കാരണം വാഷ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് മിനിഞ്ഞാന്നാണ് മഴ ഒന്ന് അവസാനിച്ചത്. ഇന്നലെയും ചെറിയൊരു മൂടലുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തില്ല. എന്തൊരു ഭാഗത്തിന് ചെറിയൊരു ചാറിൽ വന്നിട്ടാണ് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത്രയും കച്ചറ എന്ന് പറഞ്ഞാൽ അത്രയും കച്ചറയായിട്ട് എടുക്കാനുണ്ടോ, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നേരെ വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആകെ കച്ചറ എന്ന് പറഞ്ഞാൽ ആകെ കച്ചറയായിട്ട് എടുക്കാനുണ്ട്. എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത് അത്രയും മഴ പെയ്ത് അത്രയും. അപ്പോൾ മഴയത്ത് നമ്മൾ ചെറിയ ചെറിയ ഓട്ടങ്ങൾ, ഇവിടെയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ പറ്റിയൊരു ചളിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കച്ചറയാണ് കേട്ടോ. ഇത് ഫുള്ള് കഴുകി വൃത്തിയാക്കാനുണ്ട്, ഫുള്ള് വാഷ് ചെയ്ത് സുന്ദരകുട്ടപ്പനാക്കാനുണ്ട് കേട്ടോ. സി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റുപുറമുള്ള മൊത്തം കാണിച്ചിട്ട് വണ്ടി വാഷ് ചെയ്തിട്ടും കൊണ്ടുവന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നൊരു വാഷിംഗ് സെൻറ്റർ ഉണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഫുള്ള് കംപ്ലീറ്റ്ലി അടിയും. ഇപ്പോൾ ഉള്ളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഫുള്ള് അടി മൊത്തം ആകെ കച്ചറായിട്ട് കിടക്കാവും. സോ വണ്ടിയെല്ലാം പൊക്കി ഫുള്ള് കംപ്ലീറ്റ് വാഷ് ചെയ്യാനുണ്ട്. ഇൻറ്റീരിയറിലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഉണ്ട്. സോ അതും ക്ലിയർ ആക്കാനുണ്ട്. എന്തായാലും അധികം നേരം നിൽക്കുന്നില്ല, കാരണം പൊടിക്കാറ്റാണ്. ഫുള്ള് മണലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കാറ്റിലൂടെ മണലിങ്ങനെ ഇതാവണുണ്ടോ. ഇപ്പോൾ പൊടിക്കാറ്റാണ്, അധികം നേരം പുറത്ത് നിൽക്കാൻ പറ്റില്ല, അതാണ് അവസ്ഥ. സോ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങായി. ഇനി നേരെ വാഷിംഗ് സെൻറ്ററിൽ പോവാം, വാഷ് ചെയ്യാം. നമ്മളിത് വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്, പോയോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്താനായി. നമ്മുടെ അപ്പുറത്തെ സൈഡിലാണ് വാഷ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ വന്നിട്ടാണ് വാഷ് ചെയ്യാറ്. മസ്താങ്ങൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. ഡിഫൻഡറായിട്ട് വന്നിട്ട് ഇവിടെ വാഷ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയോണ്ടുള്ളത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ഡിഫൻഡർ കയ്യിലുണ്ടായതുകൊണ്ട് ഒരുപാട് ഉപകാരമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എന്നൊരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ ഈ വണ്ടിക്ക്. കാരണം അത്ര ആ ഒരു ലെവല്, നമ്മുടെ ആ ബമ്പറിൻ്റെ മേലേക്ക് ഏകദേശം ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലെവല് വെള്ളത്തിൽ വരെ നമ്മൾ ഈ വണ്ടി ഓടിച്ചു. സംഭവം അത് വേറൊരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഫുള്ളാണ്ട് പൊക്കിയിട്ടു. നിങ്ങൾക്ക് അറിയാം വണ്ടിയിൽ എയർമാറ്റിക് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ഇപ്പോൾ മിഡ് റേഞ്ചിലാണ് കിടക്കുന്നത് വണ്ടി, ഒരു മിഡിൽ ഹൈറ്റിലാണ് കിടക്കുന്നത്. സോ നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ കാട്ടി വെച്ച് കഴിഞ്ഞാൽ മോഡ് ചേഞ്ച് ആക്കിയിട്ട് നമ്മൾ വണ്ടി കൊണ്ട് പൊക്കിയിടും. എന്തു സുഖമാണെന്നറിയോ, വണ്ടി നല്ല ഹൈറ്റിലാണ്ട് പൊന്തിയിട്ടാണ്ട് വെള്ളത്തിൽ കൊണ്ട് പൂട്ടാ. ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം ഞാൻ ശരിക്ക് അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ടായിരുന്നത് ഷാർജയിൽ, അതുപോലെ അജ്മാനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ടായിരുന്നത്. മഴ ആ ഒരു തുടങ്ങിയ ഒരു ടൈമിൽ ഷാർജയിൽ അത്യാവശ്യം വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഷാർജയിൽ പോയിട്ടുണ്ടായിരുന്നു. ഷാർജയിൽ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട്. കാരണം എല്ലാ വണ്ടികളും പെട്ട് കിടക്കുമ്പോൾ നമുക്ക് അവിടെ സിമ്പിളായിട്ട് പോകാൻ പറ്റി, പേടിക്കാതെ എല്ലായിടത്തേക്കും പോകാൻ പറ്റി. അതൊരു സമാധാനമായിരുന്നു. അതായത് അത് വേറൊരു തന്നെ ഒരു ഫീലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബമ്പറിൻ്റെ മേലേക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെവലിലേക്ക് വരെ വെള്ളം ആയിട്ടും വെള്ളം നിന്നിട്ടും നമ്മൾ സിമ്പിളായിട്ട് വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. വണ്ടി ഓഫായി. നോർമലി നമ്മുടെ സൈലൻസറിൻ്റെ മേലേക്കൊക്കെ വെള്ളം, സൈലൻസറിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ആയി കഴിഞ്ഞാൽ വണ്ടികൾ ഓഫ് ആവുന്നതാണ് എല്ലായിടത്തും കണ്ടേക്കുന്നത്. പക്ഷെ ഞാൻ നാട്ടിൽ താറ് ഇതേപോലെ വെള്ളത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. ആ ഒരു സെയിം ഫീല് എനിക്ക് ഡിഫൻഡർ കൊണ്ടു നടന്നപ്പോൾ കിട്ടി. വെള്ളത്തിൽ കൂടെ കൊണ്ടു നടന്നപ്പോൾ നമ്മൾ താറ് കൊണ്ടു നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് താറ് സിമ്പിളായിട്ട് വെള്ളത്തിൽ കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയിരുന്നു. അതേപോലെ തന്നെയാണ് ഇത്. പിന്നെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി അങ്ങോട്ട് പൊക്കിയിടാം. വണ്ടി അങ്ങോട്ട് പൊക്കിയിട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാമായിരുന്നു. മസ്താങ് ഞാൻ തൊട്ടില്ല കേട്ടോ. മസ്താങ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ കിടക്കണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഞാൻ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തെന്നല്ലാതെ ഞാൻ വണ്ടി എടുത്തിട്ടില്ല. കാരണം എടുക്കാൻ പറ്റില്ല, വെള്ളം അത്രയും വെള്ളമായിരുന്നു. അതുകൊണ്ട് പക്ഷേ അവിടെ എത്തിയിട്ടുണ്ട്. മസ്താങ് വെള്ളമായതുകൊണ്ട് നമ്മൾ എന്താക്കി, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും പെടും, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും വാഷിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ
സോ ഇനി നമുക്ക് വാഷിങ് തുടങ്ങാം. വണ്ടി എന്തായാലും നമുക്ക് പൊക്കിയിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പൊങ്ങണം കാണാൻ പറ്റൂട്ടോ. ഒരു ലെവൽ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. ഇപ്പോൾ ബാക്ക് പൊന്തി ഫ്രണ്ട് പൊന്തിനണ്ട, സിമ്പിളായിട്ട് പൊന്തിനണ്ട. മാഷാ അല്ലാ, അതൊരു വേറെ ലെവൽ തന്നെ ഉണ്ടാ. അപ്പോൾ വാഷിങ്ങിനോട് എത്തി പൊക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ ഒന്ന്, അതായത് മറ്റേ ഫെൻഡറിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചാൽ. സോ ഗായ്സ്, വാഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഹൈറ്റ് ഒരു ലെവൽ വ്യത്യാസം കണ്ട, ഞാൻ വണ്ടി പൊക്കിയിട്ടേക്കാണ്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഫെൻഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി വാഷ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പൊക്കിയിട്ടേക്കാണ് കേട്ടോ. കണ്ടോ ആ ഒരു ഡിഫറൻസ് കണ്ട, ഹൈറ്റ് ഫുള്ള് അടിഭാഗം മൊത്തം വെള്ളമടിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വാഷ് ചെയ്യട്ടെ. പിന്നെ നമ്മൾ റാപ്പും കാര്യങ്ങളൊക്കെ പുതിയത് എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ എല്ലാം ഞാൻ വാഷ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ പ്രഷർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് ഫോം ഇട്ടിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അവർ. കുഴപ്പമില്ലാതെ നല്ല അടിപൊളി വാഷിംഗ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ ഫുള്ള് ഫോം അടിച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ്ലി ചളി മൊത്തം എടുക്കണം. ഇത്രയും ചളിയിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടർ ബോഡി അവർ ഓൾറെഡി പ്രഷർ വാഷ് ചെയ്തു. ഒരു ചെറിയൊരു മെഷീൻ ഉണ്ട് ഞാൻ താഴത്തു കൂടെ വരുന്നത്, അത് വിട്ടിട്ട് അവർ അടിഭാഗം പ്രഷർ വാഷ് ചെയ്തു കേട്ടോ. ഇനി കംപ്ലീറ്റ്ലി ഫോം ഇട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഫുൾ ഒന്നുകൂടി പ്രഷർ വാഷ് ചെയ്തിട്ട് ഫുൾ വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഗായ്സ്, നമ്മുടെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി സുന്ദര കുട്ടപ്പനായിട്ടാണ്. രാത്രിയായി, ഒരുപാട് ടൈം പിടിച്ചു വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ചളിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അത്രയും ക്ലിയർ ആക്കിയിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്തു കേട്ടോ. അണ്ടർ ബോഡിയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തു, ഫുൾ ബോഡി വാഷ് ചെയ്തു, ക്ലീൻ ആക്കിയിട്ടുണ്ട്. വെളിച്ചക്കുറവുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവില്ല. വണ്ടി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്റിൽ ചളി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടി ഇപ്പോൾ പൊങ്ങി കിടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്നത് ഞാൻ കാണിച്ചു തരാം. സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഡോർ അടച്ച് കഴിഞ്ഞാലേ താവുള്ളൂ കേട്ടോ. ഞാൻ ഡോർ അടച്ചിട്ട് നീങ്ങി കഴിഞ്ഞാൽ വണ്ടി താവണം എനിക്ക് കാണാൻ പറ്റും. വണ്ടി താവണണ്ട വേണ്ട. ഇപ്പോൾ ഹൈറ്റ് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനിയും താവും കേട്ടോ. ഇനിയും താവണ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാ ഇനിയും താവണണ്ട. എങ്ങനെയുണ്ട്? നൈസ് അല്ലേ? അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവ് ചെയ്യാറ്. അത്രയും പൊക്കിയിട്ട് ഡ്രൈവ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊക്കിയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളും ഇല്ല, തീരെ ഒരു ഭംഗി കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യാറ്. പിന്നെ നമ്മൾ ആ ഒരു ഓട്ടോ മോഡിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വണ്ടി ഹൈറ്റ് ഡിഫറൻറ്റ് വരും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഓട്ടോ മോഡിലിട്ടേക്കണെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ നിർത്തി കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ഇത്രയും താഴെ പോയിരിക്കും. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് നമ്മൾ ഡ്രൈവിലിട്ടിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പൊങ്ങിയിട്ട് ആ ഒരു മിഡ് റേഞ്ചിൽ വന്ന് നിൽക്കും. അപ്പോൾ ആ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഒരു മിഡ് ഹൈറ്റിൽ വന്നിട്ട് നിൽക്കുന്നത്. ആ ഒരു മിഡ് ഹൈറ്റിൽ അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഓടിക്കുക, മിഡിൽ ഓടിക്കുക, ഹൈറ്റിൽ ഓടിക്കുക. പിന്നെ ഓരോ മോഡ് അനുസരിച്ചിട്ട് ഒരുപാട് മോഡ്സ് ഉണ്ട് ഇതിൽ. ഓരോ മോഡ് അനുസരിച്ചിട്ട് ഹൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ. ഞാനിതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. പിന്നെ അതിൽ ഞാൻ കാണിച്ചു തരാം എത്രത്തോണ്ട് മോഡുണ്ട്, കാര്യങ്ങൾ എങ്ങനെ കാര്യങ്ങൾ ഞാൻ അതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വാഷിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങായി. ഇരുട്ടായതുകൊണ്ട് ഇനി ഡ്രൈവിംഗ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റാപ്പെല്ലാം ബാക്കിലെല്ലാം ചീന്തി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ തൽക്കാലത്തിന് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ റാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗ്രീനാണ് എടുത്തേക്കുന്നത്, പക്ഷേ വേറൊരു ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. ഗ്രീന് വിത്ത് സെയിം കാർബൺ ഫൈബർ തന്നെ ആയിരിക്കും. സോ ഞാനത് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ റാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റും. വന്നു കഴിഞ്ഞാൽ അതുവരെ തൽക്കാലം ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റാപ്പ് പോയത് തൽക്കാലത്തിന് പീസ് മാത്രം മാറ്റിയിട്ട് നമ്മൾ ഓടും. അത് കഴിഞ്ഞ് നമ്മുടെ റാപ്പ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ കളർ ചേഞ്ച് ആക്കും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഫുള്ള് കംപ്ലീറ്റ് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.